ജീവിതകാലത്ത് ഒരു സിനിമയിലും അഭിനയിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ ഒരിടത്തും തൊഴിൽ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തൊഴിൽ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് പ്രതികാരബുദ്ധിയായി ഇവർ നടപ്പിലാക്കുന്നതെന്ന് നേരത്തെ തിലകനും അതുപോലെ തന്നെ മാള അരവിന്ദനും ഒക്കെ തന്നെ പറഞ്ഞത് നാം 10 കൊല്ലം മുമ്പ് കേട്ടതായിരുന്നു. എന്നാൽ അവർ 10 വർഷം മുൻപ് പറഞ്ഞത് ഇന്ന് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന രേഖയായി തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള പ്രമുഖ സൂപ്രതാരങ്ങളൊക്കെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയുടെ ഭാരവാഹികളായിരുന്ന ഇടവേള ബാബു, ബാബുരാജ്, മുകേഷ് എന്നിവരും കുഞ്ചാക്കോ ബോബനുമൊക്കെ കമ്മിറ്റിക്ക് മുന്നിലെത്തി കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേക്കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. പലതരത്തിലുള്ള വിഷയങ്ങൾ കമ്മിറ്റി പരിഗണിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചിരിക്കുന്നത് ഇവർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കൂടിയാണെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. തൊഴിൽ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണെന്നും എങ്ങനെയാണ് തങ്ങളുടെ സഹപ്രവർത്തകയെ നിങ്ങൾ പരിഗണിക്കുന്നത്, അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. മലയാള ചലച്ചിത്ര രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരണമെങ്കിൽ 5 കൊല്ലമെങ്കിലും എടുത്തു. ഈ 5 വർഷക്കാലത്തിനിടയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ 5 വർഷത്തിനിടയിൽ ഇതൊന്നും തന്നെ പരിഹരിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കോ സിനിമാ മേഖലയ്ക്കോ ഈ പറയുന്ന സംഘടനയ്ക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടന്മാരെല്ലാവരെയും ചൂണ്ടിക്കാട്ടിയല്ല പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും എല്ലാ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയല്ല. എന്നിരുന്നാലും അതിൽ ചിലർ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു പ്രമുഖ നടിയുടെ കാര്യവും എടുത്തു പറയുകയുണ്ടായിരുന്നു. തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, തനിക്ക് നേട്ടമുണ്ടാകാൻ വേണ്ടി സാഹചര്യത്തിനനുസരിച്ച് മൊഴി മാറ്റി പറഞ്ഞ ഒരു സാഹചര്യം. മറ്റു താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ നടി മൊഴി മാറ്റിയതെന്നാണ് ഹേമ കമ്മിറ്റി പറയുന്നത്. അതും ശക്തമായി തന്നെ അക്കാര്യം എടുത്തു പറയുന്നുണ്ട്. മൊഴി പറയാനെത്തിയ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ വിശദീകരിക്കാത്തത് എന്ത് എന്നുള്ള ചോദ്യമാണ് ചർച്ചയാകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എതിർക്കുന്നവരാണ് ഇതൊക്കെ തന്നെ കൂടുതൽ സംസാരിക്കുന്നത്. അവരാരെന്നുള്ള കാര്യം വെളിപ്പെടുത്തണമെന്നും ഒരു കോണിൽ നിന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട്. WCC അടക്കം രൂപീകരിക്കാൻ നിന്നതിൽ സഹസ്ഥാപകയായൊക്കെ തന്നെ അറിയപ്പെട്ട ഒരു പ്രമുഖ നടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്നും കുറ്റപ്പെടുത്തലുണ്ട്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റിയെങ്കിൽ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിലെയും സ്ത്രീകളിൽ നിന്നും വിവരങ്ങൾ തേടണമെന്നാണ് ഒരു ഭാഗത്തു നിന്നും അഭിപ്രായം ഉയരുന്നത്. ഇപ്പോൾ കേവലം 45-നും 50-നും ഇടയ്ക്ക് ആളുകളിൽ നിന്നാണ് മൊഴി ശേഖരിച്ചിട്ടുള്ളത്. അത്ര മാത്രമേ നടി, മറ്റ് വനിതാ ജീവനക്കാർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. ഒരു സിനിമയിൽ പോലും 50-ലധികം സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ ഉൾപ്പെടുത്താതെ കേവലം ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം അഭിപ്രായമാണ് ഇതിലൂടെ ശേഖരിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷത്തിനടുത്തേക്ക് എത്തുമ്പോൾ ഇതിലും ഭീകരമായ പല കഥകളും ഒരു പക്ഷേ കേൾക്കേണ്ടി വരും. ഇനി ഒരു കൂട്ടം ആളുകളുണ്ട്, അവരുടെ കഥകളോ അവരുടെ യാതനകളോ ഒന്നും തന്നെ ഒരു കാലത്തും പുറത്തു വരാത്ത രീതിയിൽ, പ്രത്യേകിച്ചും ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അവർക്ക് അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ല. അതുപോലെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനായി ഒരു സംഘടനയ്ക്കോ ഒരു അന്വേഷണ കമ്മീഷനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അവർക്ക് ആരെ സമീപിക്കണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ പോലും അറിയാത്ത, പ്രതികരണശേഷി പോലുമില്ലാത്ത ഒരു വിഭാഗമായി തഴയപ്പെടുകയാണ് ചെയ്യുന്നത്.